യെസ്, ഇപ്പോൾ മുതിർന്ന BJP നേതാവ് ശ്രീ കുമ്മനം രാജശേഖരൻ നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീ കുമ്മനം രാജശേഖരൻ, നിർണായകമായ ഒരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശബരിമലയിലെ പുതിയ കുളത്തിൻ്റെ നിർമ്മാണമാണ് താൽക്കാലികമായി ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത്. ഇടക്കാല ഉത്തരവ് 2 ആഴ്ചത്തേക്കാണ്. ഒപ്പം ഈ ഏകപക്ഷീയമായി തീരുമാനമെടുത്തതിൽ ദേവസ്വം ബോർഡിനെ വലിയ വിമർശനവും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? ദേവസ്വം ബോർഡ് ചെയ്തത് ശബരിമല വിരുദ്ധമായ ഒരു തീരുമാനമാണ്. ശബരിമല താല്പര്യങ്ങൾ, വിശ്വാസികളുടെ താല്പര്യങ്ങൾ ഇതൊന്നും പരിഗണിക്കാതെ ഒരു കൺസ്ട്രക്ഷൻ, ഒരു നിർമ്മാണ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഒരു പുതിയ വർക്ക് ഏറ്റെടുത്ത് ചെയ്യാനാണ് ദേവസ്വം ബോർഡ് താല്പര്യം. കോടികളുടെ ബഡ്ജറ്റ് കൊള്ളിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം എന്നതിലുപരി അവർക്ക് ഭസ്മക്കുളത്തിന്റെ പ്രാധാന്യമോ അതിന്റെ വൈകാരികമായിട്ടുള്ള അംശമോ വിശ്വാസപരമായ അനുഷ്ഠാനപരമായ അതിന്റെ പശ്ചാത്തലമൊന്നും അവർ പരിശോധിച്ചിട്ടുമില്ല, അവർക്ക് അറിയാനും പാടില്ല. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഭസ്മക്കുളം എന്ന് പറയുന്നത് ഭക്തജനങ്ങളുടെ, അയ്യപ്പന്മാരുടെ ഹൃദയത്തിൽ അവർ സന്നിവേശിപ്പിച്ചതാണ്. കാരണം തീർത്ഥാടനത്തിൽ മാലയിടുമ്പോൾ തന്നെ ചില നേരാറുണ്ട് ഭസ്മക്കുളത്തിൽ കുളിച്ച് ക്ഷേത്രത്തിൽ വന്ന് ശയനപ്രദക്ഷിണം നടത്തി അങ്ങനെ ചെയ്യുന്ന ഒരു വിശ്വാസമുണ്ട്. കാരണം അത് ശബരിയുമായി ബന്ധപ്പെട്ടതാണ്. ശബരിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഭസ്മക്കുളവും ശബരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ ചെയ്തത് ശരിയല്ല. ഈ ഭസ്മക്കുളം ഒറിജിനലായിട്ടൊരു ഭസ്മക്കുളം ഉണ്ട് അവിടെ. അതായത് മാളികപ്പുറം ക്ഷേത്രത്തിന്റെ തൊട്ടു മുമ്പിലായി ആ ഫ്ലൈ ഓവറിന്റെ താഴെയാണ് പണ്ട് ഈ ഭസ്മക്കുളം നിലനിന്നിരുന്നു. ആ ഭസ്മക്കുളം മൂടണമോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1987 മറ്റാണ് ഒരു ദേവപ്രശ്നം നടത്തിയത്. ഞാനും ആ ദേവപ്രശ്നത്തിൽ പങ്കെടുത്തിരുന്നതാണ്. ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ ഭസ്മക്കുളം ഒരിക്കലും മൂടാനോ അത് വേണ്ടെന്ന് വെക്കാനോ പാടില്ല. പക്ഷെ ഇപ്പോഴത്തെ തിക്കും തിരക്കും ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ സൗകര്യമൊക്കെ പ്രമാണിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഭസ്മക്കുളത്തിൽ നിന്നും ഒരു ചാല് ഇട്ട് മറ്റൊരു സ്ഥലത്ത് ആ വെള്ളം സ്റ്റോർ ചെയ്ത് അവിടെ ഒരു ഭസ്മക്കുളമാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം നിലവിലുള്ള ഭസ്മക്കുളം നിലനിൽക്കണമെന്നും അതിന് വിശ്വാസവുമായി വളരെയേറെ ബന്ധമുണ്ടെന്നുമാണ് അതിന്റെ അർത്ഥം. ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഭസ്മക്കുളം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് എന്ത് ചെയ്തു? ആ ഭസ്മക്കുളം അത് മൂടാതെ അത് നിലനിർത്തിക്കൊണ്ട് സ്ലാബിട്ട് നിലനിർത്തി അവിടെ നിന്നൊരു ചാല് ഉണ്ടാക്കി ആണ് പുതിയൊരു ഭസ്മക്കുളം നിർമ്മിച്ചത്. ഇപ്പോൾ പറയുന്നത് എന്താണ്? ഈ ഭസ്മക്കുളത്തിലേക്ക് മാലിന്യങ്ങൾ വരുന്നതെന്നാണ്. മാലിന്യങ്ങൾ തൊട്ടടുത്തുള്ള ലാട്രിൻ ഒക്കെ ഉള്ള കോംപ്ലക്സ് ഉണ്ട്, അവിടെ നിന്നൊക്കെ മാലിന്യങ്ങൾ വരുന്നതെന്നാണ്. ദേവസ്വം ബോർഡ് പറയേണ്ടിയിരുന്നത് മാലിന്യങ്ങൾ അവിടെ വരുന്നത് കൊണ്ട് ആ ലാട്രിൻ കോംപ്ലക്സ് അവിടെ നിന്ന് മാറ്റണമെന്നാണ് പറയേണ്ടത്. മാറ്റിപ്പണിയേണ്ടത് ലാട്രിൻ കോംപ്ലക്സ് ആണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ എത്രയോ അത്യന്താധുനികങ്ങളായിട്ടുള്ള ഈ സൗകര്യങ്ങൾ വേസ്റ്റ് മാനേജ്മെന്റിന് വന്നു കഴിഞ്ഞു. ഏത് മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇപ്പം ആയിക്കഴിഞ്ഞു. വേണമെങ്കിൽ ലാട്രിൻ കോംപ്ലക്സിൽ നിന്ന് വരുന്നു എന്ന് പറയുന്ന മാലിന്യങ്ങളൊക്കെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിട്ട് യാതൊരു വിധത്തിൽ കുഴപ്പം കൂടാതെ ഈ ഭസ്മക്കുളം ഉപയോഗിക്കാം. അത്തരത്തിലുള്ള സാധ്യത നോക്കാതെ മറിച്ച് വിശ്വാസികൾക്ക് അത്തരത്തിൽ വിശ്വാസത്തിന് പോലും ബോറലേൽക്കുന്ന നടപടികൾക്ക് തുനിയാനാണ് ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത്, അല്ലേ? ഭസ്മക്കുളത്തിന്റെ ആചാരപരമായ വിശ്വാസപരമായ പ്രാധാന്യം കണക്കാക്കാതെ വെറും ഒരു നിർമ്മാണ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് കുളിക്കാനുള്ള ഒരു കുളം എന്നുള്ള നിലയ്ക്ക് മാത്രം കണ്ടെത്തിക്കൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ പണിയാൻ പോകുന്ന ഭസ്മക്കുളത്തിൽ മാലിന്യങ്ങൾ ഉണ്ടാവില്ല എന്നെങ്ങനെ അറിയാം? തൊട്ടടുത്ത് എല്ലാ വാസസ്ഥലങ്ങളും അവിടെ തൊട്ടടുത്താണ്, അതിന്റെ മാലിന്യങ്ങൾ വരില്ലേ? അപ്പോൾ എന്താണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്? യെസ്, ആ ഒരു ചോദ്യം തന്നെയാണ് പ്രസക്തമാകുന്നത്. വളരെയധികം നന്ദി ശ്രീ കുമ്മനം രാജശേഖരൻ, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വേണ്ടി.